ഡോക്ടർ മോളെ കണ്ടത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ചോദിച്ചത് വീട്ടിൽ പൂച്ചയുണ്ടോന്നാ. പൂച്ചയുണ്ടോ എന്നാ വീട്ടിൽ ചോദിച്ചത്. എന്ത് ബലത്തിലാണ് ഞാൻ ആ മയ്യത്ത് പിടിച്ചിട്ട് എൻ്റെ കയ്യിലെ മോളിരിക്കുന്നത് ഞാൻ കൊണ്ടുവന്നതെന്നുള്ള കാര്യം. അത് ഒരിക്കലും ഒരു ഉമ്മയെ കൊണ്ട് പറ്റില്ല. അന്ന് പടച്ചു വന്നൊരു പവറാണ്. നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് ജീവിതത്തിൽ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ലൈഫിൽ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഫാത്തിമ. ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ കഥകളൊക്കെ അറിയാം, എന്നാലും നമ്മുടെ പ്രേക്ഷകരും കൂടെ ഫാത്തിമയുടെ കഥകളൊക്കെ ഒന്ന് അറിയണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സോ ഫാത്തിമ നാട്ടിൽ എവിടെയാണ്? ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ്. കടയ്ക്കല് ഒരു ഉൾഭാഗത്താണ്. പ്രോപ്പർ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. +2 വരെ ഞാൻ അവിടെയായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ മാരേജ് കഴിഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ +2 വരെ പഠിച്ചു, കല്യാണം കഴിഞ്ഞു, ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്തു. വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. ഉപ്പായും ഉമ്മായും ഡിവോഴ്സ്ഡ് ആണ്. എൻ്റെ 1.5 വയസ്സിൽ ഉപ്പായും ഉമ്മായും ഡിവോഴ്സ് ആയതാണ്. 1.5 വയസ്സിൽ കുട്ടിയായിരിക്കും. അതെ അതെ. ഞാൻ ഉപ്പായെ കണ്ടിട്ടില്ല, കണ്ട ഓർമ്മയില്ല. അപ്പൊ ഉമ്മയാണ് ഫാത്തിമേനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. അപ്പൊ ഉമ്മയ്ക്ക് ജോലി ഉണ്ടോ? ഇല്ല, ഉമ്മച്ചിക്ക് ഒരുപാട് ജോബ് ചെയ്തിട്ടാണ് ഉമ്മനെ വളർത്തിയത്. ഒരുപാടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ആ രീതിക്ക് ജോലിയൊക്കെ ചെയ്ത് എന്നെ കുഞ്ഞിന് മുതലേ. ഉമ്മയുടെ 20ാമത്തെ 21ാമത്തെ വയസ്സിലാണ് ഡിവോഴ്സ് ആവുന്നത്. അതിനുശേഷം 21ാമത്തെ വയസ്സിൽ ഡിവോഴ്സ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ആയ ഒരു സ്ത്രീ എന്ന ഒരു ലേബലായിരുന്നു ഉമ്മ. ഇപ്പോഴും വാപ്പനെ കണ്ടിട്ടേ ഇല്ല? ഞാൻ കണ്ടിട്ടുണ്ട്. വെച്ചാല് മാരേജ് കഴിഞ്ഞ് മോളൊക്കെ ഉണ്ടായതിനു ശേഷം എൻ്റെ ഉമ്മ ഒരിക്കലും വാപ്പായി പോയി കാണരുതെന്നോ അല്ലെങ്കിൽ ഒരിക്കലും ഉമ്മ വാപ്പായെ കുറിച്ച് കുറ്റമേ പറഞ്ഞിട്ടില്ല. കറക്റ്റ് പറയുവാണെങ്കിൽ എനിക്ക് ഉമ്മ ആവണ്ട. കാരണം ഉമ്മ എല്ലാത്തിനും ഡിപ്പെൻഡ് ആയിരുന്നു. ഉമ്മച്ചി എല്ലാത്തിനും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരുടെ കൂടെയും ചോദിച്ചു മാത്രമേ ചെയ്യത്തുള്ളൂ. ബന്ധുക്കാരോടും ഉമ്മച്ചിക്ക് ഉമ്മ ഇപ്പോഴും അങ്ങനെയാണ്. എല്ലാം ഒറ്റയ്ക്ക് ഉമ്മ ഒരു ഡിസിഷൻ എടുക്കില്ല. എനിക്ക് അതിൻ്റെ ഒരു ഡീമെറിറ്റുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളുടെ ആഗ്രഹങ്ങൾ അവിടെ സാക്രിഫൈസ് ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങൾ, അതായത് നമ്മളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളോട് അഭിപ്രായം ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ സാക്രിഫൈസ്. അപ്പൊ ഞാൻ അത് ജീവിതത്തിൽ പഠിച്ചെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ആഗ്രഹം അത് നമ്മൾ ചെയ്യാം. ഒന്നിനോടും ഞാൻ ഇവിടെ ദുബായിൽ വരുന്നതിനെ പറ്റി പോലും ഞാൻ എൻ്റെ ഉമ്മയുടെ പറയുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ വിസയും ടിക്കറ്റും എല്ലാം എടുത്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. അതായത് ഫാത്തിമ +2 വരെ പഠിച്ചു. +2 വരെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? അതിനുശേഷം മാരേജ് ആയിരുന്നു. ആ മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് +2 കഴിഞ്ഞ ഉടനെ, അതായത് റിസൾട്ട് പോലും വന്നില്ല. റിസൾട്ട് വരുന്നത് എൻഗേജ്മെന്റ് പിറ്റേന്നാ. എന്റെ ഉമ്മാരെ മനസ്സിൽ അങ്ങനെ. എന്റെ ഉമ്മാരെ മനസ്സിലെന്ന് വെച്ചാല് ഡിഗ്രിക്കൊക്കെ വിടുന്നത് ഭയങ്കര ചെലവ് എന്തൊക്കെയുള്ള സംഭവം എന്നായിരുന്നു. അപ്പോ പഠിപ്പിക്കാൻ വിടുന്ന ഒരാളെ കല്യാണം കഴിപ്പിച്ചു വിടാം. അതായത് ഫാത്തിമേനെ ഡിഗ്രിക്ക് വിടാൻ പറ്റുന്ന ഒരാളെ കല്യാണം കഴിപ്പിച്ചു വിടാം. ഇതായിരുന്നു എന്റെ ഉമ്മച്ചിയുടെ മനസ്സിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഉമ്മ എന്ത് ചെയ്തു? ഉമ്മയും ഉമ്മയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാരും ഉണ്ട്. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു. അറേഞ്ച് മാരേജ്. അപ്പൊ ഹസ്ബൻഡ് സമ്മതിച്ചു പഠിപ്പിക്കാനും എല്ലാരും? ഉമ്മച്ചിക്ക് ഒറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, മോളെ പഠിപ്പിക്കണം. കല്യാണം കഴിച്ചുകൊണ്ട് പോണ സ്ഥലം നെടുമങ്ങാടാണ്. അപ്പൊ അവിടെ അടുത്ത് നെടുമങ്ങാട് കോളേജ് ഉണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു നെടുമങ്ങാട് കോളേജ്. അവിടെ നെടുമങ്ങാട് കോളേജിലും കിട്ടി. നടന്നു. അപ്പൊ കല്യാണം +2 പ്രായത്തിൽ കല്യാണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു? അങ്ങനെ എനിക്ക് അവിടെ വോയിസ് ഇല്ല. ഞാൻ എന്ത് വോയിസ് അവിടെ? എനിക്കെന്ത് വോയിസാ? എനിക്കൊന്നും അറിയില്ല അതിനെ പറ്റിയിട്ട്. ഉമ്മച്ചി ആകെ പറഞ്ഞു കൊച്ചിനെ പഠിപ്പിക്കണം, അത് മാത്രം. ഇക്കാരെ വീട്ടില് ഓക്കെയാണ്, പഠിപ്പിക്കാൻ വിടാം, ഒരു പ്രശ്നമില്ല. കല്യാണം കഴിഞ്ഞു. +2 കഴിഞ്ഞ ഉടനെ എന്നോട് പഠിച്ചതിൽ ഞങ്ങളുടെ ബാച്ചിലെ ഫസ്റ്റ് മാരേജ് എന്റേതാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള കോളേജിൽ ജോയിൻ ചെയ്തു. പിന്നെ പ്രഗ്നന്റ് ആയി. ആ ഒരു സമയത്ത് തന്നെ പ്രഗ്നന്റ് ആവും. പക്ഷെ ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിലാണ്. 3rd സെമസ്റ്റർ, അതായത് 2nd ഇയർ ഫസ്റ്റിൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ 9ാം മാസം വരെ ഞാൻ കോളേജിൽ പോയി. എനിക്ക് ഡിസംബർ 4-ാം തീയതി മോള് ഡെലിവറി കഴിയുന്നേ. ഡിസംബർ 12-ാം തീയതി എനിക്ക് എക്സാം. 3rd സെമസ്റ്റർ. ഡിസംബർ 4-ാം തീയതി ഡെലിവറി കഴിഞ്ഞു. ഡിസംബർ 12-ാം തീയതി 3rd ഇയർ എക്സാം. 3rd സെമസ്റ്റർ എക്സാം. ടൈം ടേബിൾ ഇല്ല എക്സാമിന്റെ. ഞാൻ വിചാരിച്ചു 13-ാം തീയതി ആണെന്ന് വിചാരിച്ചു. ഞാൻ 12-ാം തീയതി ഉച്ചയ്ക്ക്
നാളെ എക്സാം ആയതുകൊണ്ട് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, അവളുടെ ഉമ്മായെ വിളിച്ചു. അപ്പോൾ അവൾ ഉമ്മായെ വിളിച്ചാൽ പറഞ്ഞു മോളെ അവൾ എക്സാം എഴുതാൻ പോയി. ആ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഞാൻ ഇരുന്ന് പഠിച്ചു. അതായത് ഒരു സബ്ജക്റ്റിന് വേണ്ടി പഠിച്ചു, പക്ഷേ എക്സാം എഴുതാൻ പറ്റിയില്ല. അന്ന് കാറില്ല, ഞാൻ സ്കൂട്ടിയിൽ പോയിട്ട് ഡെലിവറി കഴിഞ്ഞ് ഏകദേശം 10 ദിവസം 12 ദിവസം ആ ഒരു സമയത്തായതേ ഉള്ളൂ. നോർമൽ ഡെലിവറി പോയി എക്സാം എഴുതിയിട്ടുണ്ട്. എല്ലാ എക്സാമും ഞാൻ കേട്ടും കേൾക്കാതെയും കുറേ പേര് എന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അവള് ഇത്രയും ചെറിയ പ്രായത്തിലെ കുഞ്ഞിനെ നോക്കാണ്ട് പഠിക്കാൻ പോകുന്നത്. അവരുടെയൊക്കെ മനസ്സിൽ ഞാൻ എന്തോ വലിയ ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കൾക്കാണ് കൂടുതൽ പ്രശ്നം. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ആർക്കും ഒരു കുഴപ്പമില്ല, വീട്ടുകാർക്ക് ഉമ്മയ്ക്ക് കുഴപ്പമില്ല, ഹസ്ബൻഡിന് കുഴപ്പമില്ല, ഹസ്ബൻഡിന്റെ ഫാമിലി ഒരു പ്രശ്നമില്ല, റിലേറ്റീവ്സിനാണ് പ്രശ്നം, അടുത്തുള്ള ആൾക്കാർക്ക്. ഈ ആ ഒരു ടൈമില് കല്യാണം കഴിച്ചിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ ഉമ്മ ലോൺ എടുത്തിട്ട് എന്റെ കല്യാണം കഴിപ്പിക്കുന്നത്. എന്റെ ഉമ്മ എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടിട്ട് ആ ലോൺ അടക്കാൻ കഷ്ടപ്പെടും. ഫാത്തിമ ഇവിടെ പഠിച്ചോണ്ടിരിക്കുന്നു, ഉമ്മ വീണ്ടും ജോലിക്ക് പോകുന്നു ആ ലോൺ അടയ്ക്കാൻ. ഞാൻ എന്നെ പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടേ, ഉമ്മക്ക് ലോൺ എടുത്തിട്ട് പഠിപ്പിച്ചു. സത്യമല്ല, ഞാൻ വിചാരിച്ച കാര്യം അത്. ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ട് ആ കാര്യം. വീണ്ടും പഠിത്തം നിർത്താൻ ഒരു ഇതില്ല. അപ്പൊ ഞാൻ MA ചേരാം എന്ന രീതിക്കൊക്കെ എത്തി. ആ ടൈമിലാണ് കോവിഡ് വരുന്നത്. അപ്പോഴേ എൻ്റെ ഉമ്മ എന്താണ് അവിടെ ലോൺ അടച്ചു തീർന്നിട്ടില്ല, B.Ed കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആവുന്നത് കോവിഡ് ടൈം ആയിരുന്നു. രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നു. അതുവരെ നമ്മുടെ ലൈഫ് ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ ടൈമിൽ ആയപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്നും കയറാൻ പറ്റില്ല, കോവിഡ് വന്നോളൂ. അപ്പൊ എപ്പോഴാണ് രണ്ടാമത് പ്രഗ്നന്റ് ആയത്? ഈ കോവിഡ് ടൈമിൽ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, MA ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തു. MA ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് ജനിച്ചു. രണ്ടാമത്തെ മോള് ജനിച്ച് ഓക്കെ ആയിരുന്നു. ഡെലിവറി ഒക്കെ ഓക്കെ ആയിരുന്നു, ഒരു പ്രശ്നമില്ല, എല്ലാം അൽഹംദുലില്ലാ. ലാസ്റ്റ് കഴിഞ്ഞ് 40ന്റെ അന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അന്നാണ് മോളുടെ മുടി എന്ത് ചെയ്യുന്നത്, നമ്മൾ മുട്ടയടിക്കുന്നത്. അന്ന് നോക്കിയപ്പോ മോളുടെ സോഫ്റ്റ് സ്പോട്ട് ഇല്ലേ, നമ്മുടെ പതപ്പ്, അത് ബൾജ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ മനസ്സിൽ കുറെ ഇങ്ങനെ സംശയം, ഇങ്ങനെ കുട്ടികളുടെ ഇങ്ങനെ ബൾജ് ചെയ്യില്ലല്ലോ, അതായത് തല ഇങ്ങനെ തല ഷേപ്പാണ്, പക്ഷെ സാധാരണഗതിയിൽ കുട്ടികളുടെ സോഫ്റ്റ് സ്പോട്ട് ഇങ്ങനെ പൊങ്ങിയും താഴ്ത്താണ്. ഇത് മോളുടെ ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഉമ്മാടെ കൂടെ ചോദിച്ചു, ഉമ്മ ഇതെന്താ ഇങ്ങനെ നിക്കുന്നേ? അപ്പൊ ഉമ്മ ചിലപ്പോ ഡെലിവറി, മോള് ജനിച്ച് 40 ദിവസം. അപ്പൊ മോറ് ചിലപ്പോ ഡെലിവറി സംഭവിച്ചിരിക്കും, പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലായിടത്തും കോവിഡാ, തൊട്ട് വീടിന്റെ ഫ്രണ്ടിലും കോവിഡ്, ഒക്കെ കോവിഡാ. അപ്പൊ മോറ് അത് നീ പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ മോൾക്ക് സൗണ്ട് ഇല്ല. മോള് കുളിപ്പിക്കുമ്പോ സാധാരണ കുട്ടികൾ വെള്ളം വീത്തുമ്പോ കരയും, ഇത് മോള് കരയുന്നുണ്ട്, സൗണ്ട് പുറത്ത് വരുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും മോളെ ചോദിച്ചു, ഉമ്മ എന്താ, വീട്ടിൽ ഉമ്മ ഉണ്ട്, ഉമ്മയുടെ സിസ്റ്റർ എല്ലാരും ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ചിലപ്പോ മോൾക്ക് പനി ഉണ്ടായിരുന്നു, അപ്പൊ അതില് മൂക്കടപ്പ് കാരണം സൗണ്ട് വരാത്ത. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, കോവിഡ് 44ന്റെ അന്നായപ്പോഴത്തേക്ക് മോളുടെ കാല് മോള് അനക്കുന്നില്ല, ഒരു കാല്. അങ്ങനെ 45ന്റെ അന്ന് രാവിലെ ഞാൻ വീട്ടിൽ പറഞ്ഞ ഉമ്മ എന്ത് ചെയ്യും, ഒന്ന് ഹോസ്പിറ്റലിൽ വിടില്ല. ഞാൻ എന്ത് ചെയ്തു, പിറ്റേന്ന് രാവിലെ ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് തോന്നുന്നു 500 രൂപയോ അങ്ങനത്തെ ഉള്ളൂ. ഇല്ല 500 രൂപയില്ല, അത് മാമാടെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡൗട്ട് മാത്രമേ ഉള്ളൂ, അറിയില്ല, നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. അത് നമ്മളിവിടെ കടയ്ക്കൽ ചെയ്യില്ല, താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ ചെയ്യില്ല, ഒന്നെങ്കിൽ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആറ്റിങ്ങൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനെ അന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് വന്ന് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്നപ്പോഴാണ് ഡോക്ടർ മോളെ കണ്ടത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ചോദിച്ചത് വീട്ടിൽ പൂച്ചയുണ്ടോ എന്നാ, പൂച്ചയുണ്ടോ എന്നാ വീട്ടിൽ ചോദിച്ചു. ഫസ്റ്റ് ചോദിച്ചു ഡോക്ടർ, കുട്ടീനെ കണ്ടപ്പോ തന്നെ ഡോക്ടർ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഇതാകുമ്പോ അവർക്ക് മനസ്സിലാവും. അപ്പോൾ സ്കാൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഡോക്ടറിനെ ചോദിച്ചു വീട്ടിൽ പൂച്ചയുണ്ടോ? ഞാൻ പൂച്ചയുണ്ട്. നമുക്ക് ഉറപ്പില്ല, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് എത്തിയപ്പോൾ ഏകദേശം 4-5 മണി കഴിഞ്ഞു, 5-6 മണി അടുപ്പിച്ചായി. അന്ന് രാത്രി സ്കാൻ ചെയ്യുന്നു. അപ്പോൾ മോളുടെ തലയിൽ കാൽസിഫിക്കേഷനായി, അതായത് എന്തെങ്കിലും ഒരു കാൽസിഫിക്കേഷൻ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലാണ് കാൽസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല, മോളുടെ തലയിൽ ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞു. സേഫ് ട്യൂബ് ബ്ലോക്കായിട്ട്, സാധാരണ സേഫ് ട്യൂബ് ബ്ലോക്ക് ആവുന്നത് ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് തല വലുതായിക്കൊണ്ട് കാണും മോളുടെ, കാരണം ഫ്ലൂയിഡ് കൂടാണ്. അതും പൂച്ചയും അതിലേക്ക് വരാം. അങ്ങനെ എന്ത് ചെയ്തു, അന്ന് രാത്രി തന്നെ മോളുടെ ഫസ്റ്റ് ഓപ്പറേഷൻ തലയോട്ടിയിൽ, കുഞ്ഞുകുട്ടി 45 ദിവസമാണ് ആയത്. ഫസ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്തു. തലയിൽ നിന്ന് വെള്ളം എടുക്കാം, വെള്ളം ഫ്ലൂയിഡ് കൂടി കിടക്കുകയാണല്ലോ. പക്ഷെ
പക്ഷെ അന്ന് തൊട്ട് ഡോക്ടർമാർ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, മോളെ കിട്ടില്ല എന്ന്, മരിച്ചു പോകും എന്ന് എന്നെക്കൊണ്ട് അന്ന് തൊട്ട് എന്ത് ചെയ്തു പറഞ്ഞ് പഠിപ്പിച്ചു ഡോക്ടർമാർ അവിടെ ഉള്ള. കാരണം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഉപയോഗം ഇല്ലാണ്ടായിരിക്കും മോളെ കിട്ടുന്നത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ടോർച്ച് ഇൻഫെക്ഷൻ എന്ന് പറയും. അതിന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്നെ നോക്കിയപ്പം എനിക്ക് ടോർച്ച് ഇൻഫെക്ഷനിൽ ടോക്സോപ്ലാസ്മ ഉണ്ട്. ടോക്സോപ്ലാസ്മ വരുന്നത് മെയിൻലി ഈ പൂച്ച, എലി അങ്ങനെയുള്ള ജീവികളിൽ നിന്നാണ്. അതായത് വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ വരും. പക്ഷെ അത് എല്ലാവർക്കും ഇപ്പോൾ ഈ ടോക്സോപ്ലാസ്മ ഇപ്പോൾ എനിക്ക് ഞാൻ നോർമലാണ്, എനിക്കൊരു പ്രശ്നമില്ല. ഈ നമ്മുടെ തലയിലേക്ക് ഒരു കഴലി വരില്ലേ, ഇങ്ങനെ ബോൾ പോലെ അങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തോ ഇൻഫെക്ഷൻ ഉണ്ട്, അതിന്റെ ആന്റിബോഡി നമ്മുടെ ബോഡിയിൽ നിർമ്മിക്കാണ്. പക്ഷേ ഞാൻ നോർമൽ അല്ലായിരുന്നു. അപ്പോൾ ഒരു ചെറിയ പനി പോലെയൊക്കെ വന്നിട്ടാ പോകുന്നത്. ഞാൻ അന്ന് പ്രഗ്നന്റ് ആയിരുന്നു. ഈ ഇൻഫെക്ഷൻ വന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അത് എനിക്ക് എന്ത് ചെയ്യില്ല, ഒരു ഉപദ്രവം ചെയ്യില്ല. അമ്മയ്ക്ക് കുഴപ്പമില്ല, കുട്ടിക്കാണ്, വയറ്റിലുള്ള കുട്ടിക്കാണ്. പക്ഷെ നമ്മൾ ഒരു 3 മാസത്തിലേക്ക് കണ്ടെത്തുവാണെന്നുണ്ടെങ്കിൽ, അകത്ത് കണ്ടെത്തുവാണെങ്കിൽ അത് ഇഞ്ചക്ഷൻ വഴി കുഞ്ഞിന് വരാതെ നോക്കാൻ പറ്റും. സാധാരണഗതിയിൽ കുട്ടികളുടെ കണ്ണിന് മുച്ചുണ്ടൊക്കെ വരില്ലേ, ഈ മുച്ചുണ്ട് വരുന്നത് ഇത് മാത്രം കൊണ്ടല്ല, ഇതും ഒരു കാരണമാണ്. അല്ലെങ്കിൽ കാഴ്ചക്കുറവ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത് മോളുടെ ബ്രെയിനെയാണ് ബാധിച്ചത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. അപ്പൊ അതിൻ്റെ അകത്ത് വെച്ചിട്ട് അന്ന് തൊട്ട് ICUലാക്കി. അതിനകത്ത് വെച്ചിട്ട് 2 സർജറി ചെയ്തു മോളുടെ. അപ്പൊ തൊട്ടേ ഡോക്ടർമാർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കിട്ടില്ല. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ആക്കി. 2 മാസം 10 ദിവസം ഉണ്ടായപ്പോൾ മോള് പോയി. ആ ICUയിൽ വെച്ചിട്ടാണ് ഞാൻ പൈസ എന്താന്റെ വില അറിയുന്നത്. ആ ICU ആണ് എന്നെ പൈസയുടെ വില പഠിപ്പിച്ചത്. സത്യം പറയുകയാണെങ്കിൽ കോവിഡ് ടൈമാണ്. എൻ്റെ ഹസ്ബൻഡിലും 1 രൂപ എടുക്കാനില്ല. ഭയങ്കര ആർഭാടത്തോടെ ജീവിക്കുന്ന ആളല്ല. നമ്മൾ ഡെയിലി ഉള്ളത് വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഹാപ്പി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് പോകുന്നതാ. പക്ഷെ അന്ന് ICUയിൽ വെച്ചിട്ട് അന്ന് പൈസയുടെ വില അറിഞ്ഞു. അന്ന് തൊട്ട് ഞാൻ ആൾക്കാരെ മനസ്സിലാക്കി തുടങ്ങി. അതുവരെയുള്ള ഫാത്തിമ എന്ന് പറയുന്നത് എല്ലാം അക്സെപ്റ്റ് ആക്കി, ഒരു പ്രശ്നമില്ല, ജീവിതം അങ്ങനെ കൂളായിട്ട് എടുത്ത് കൊണ്ട് നടക്കുന്ന ഫാത്തിമയായിരുന്നു. പക്ഷെ ആ ICU ആണ് എന്നെ പൈസയുടെ വില മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് മോള് മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുവരണം, ആംബുലൻസിലാണ് കൊണ്ടുവരണേ. അപ്പോൾ ഹസ്ബൻഡ് പേടിയല്ല, എന്താ പറയുന്നത്, പുള്ളി മെന്റലി ഓക്കെ അല്ല. മോളുടെ മയ്യത്ത് പിടിക്കണം. എനിക്കിന്നും അറിയില്ല എന്ത് ബലത്തിലാണ് ഞാൻ ആ മയ്യത്ത് പിടിച്ചിട്ട് എൻ്റെ കയ്യിലാണ് മോളിരിക്കുന്നത്, ഞാൻ കൊണ്ടുവന്നതെന്നുള്ള കാര്യം. മീൻസ് അത് ഒരിക്കലും ഒരു ഉമ്മയെ കൊണ്ട് പറ്റില്ല. അന്ന് പടച്ചു വന്നൊരു പവറാണ്. കാരണം നമ്മളിപ്പോ ഒരു കുഞ്ഞൊക്കെ മരിക്കുമ്പോഴും ആ മാതാപിതാക്കൾക്ക് അത് ഉൾക്കൊള്ളാനുള്ളൊരു ക്ഷമ നൽകണേ എന്ന് പറയും. ആ ക്ഷമ എനിക്കതിന് മുന്നേ കിട്ടി. ഞാൻ ഇപ്പോഴും ചില സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാ എന്നെ കൊണ്ട് പറ്റിയതെന്നുള്ള കാര്യം. ഒരു പവറായിട്ട് തന്നെ ഞാൻ സത്യം അൽഹംദുലില്ലാ എനിക്കറിയില്ല ആ സമയത്ത് എനിക്കത് പറ്റി ആ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി. ആ മോളുടെ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് ഭയങ്കര ഡൗൺ ആയിപ്പോയി. അപ്പൊ മൂത്ത മോൾക്ക് ഇത് മനസ്സിലാവുകയൊക്കെ ചെയ്തിരുന്നു? മോൾക്കറിയാം. മോള് പെട്ടെന്ന് ഭയങ്കര ഡൗൺ ആയിപ്പോയി. ആ ഡൗണിൽ നിന്ന് ഞാൻ കരകയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാനും ഫ്രണ്ടിന്റെ വൈഫ് ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പൊ ഇത്തായാണ് പറഞ്ഞത്, ഞാൻ മെന്റലി ഭയങ്കര ഓക്കെ അല്ലാണ്ടിരുന്ന ടൈമിലാണ് ഇത്തോടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കാരണം എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നാണ് ഞാൻ കുറെ ഓക്കെ ആയി വന്നത്. കാരണം അന്ന് അവര് മാത്രം എന്നെ ഹെൽപ്പ് ചെയ്ത്. അന്ന് ഞാൻ എന്ത് ചെയ്തു, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടെങ്കിലേ ലൈഫ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സിറ്റുവേഷൻ മെയിലി ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ മുമ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മനസ്സിൽ ആഗ്രഹം വരുന്നു. എനിക്ക് സ്വന്തമായിട്ട് വീട് കൊല്ലത്തുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ അധ്വാനിച്ച് ഒരു വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ ഉമ്മച്ചി സമ്പാദിച്ചത്, ഉമ്മച്ചി അത്ര കഷ്ടപ്പെട്ട് വെച്ചതാണ് ഉമ്മാരെ വീട്. അതൊരിക്കലും എൻ്റെ വീടല്ല, അത് ഉമ്മാരെ വീടാണ്. അത് ഉമ്മച്ചി ഇത്ര നാളത്തോളം ഉമ്മ ജീവനുണ്ട്, അത്രത്തോളം ഉമ്മാരെ വീടാണ്. അതൊരിക്കലും എനിക്ക് വേണ്ട. എൻ്റെ മനസ്സിൽ ഞാൻ അധ്വാനിച്ച് എന്ത് ചെയ്യണം, വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഇത് ലോൺ എടുത്തിട്ട്, ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അന്ന് എൻ്റെ പ്രായം 23 വയസ്സാണ്. 23ാമത്തെ വയസ്സിൽ വസ്തു വാങ്ങിക്കുന്നു. ആ സമയത്ത് ഞാൻ MA പഠിക്കാണ്, B.Ed ഉണ്ട്. അതിൽ ഞാൻ സ്കൂളിലേക്ക് കയറുന്നു. പെർമനന്റ് അല്ല, ഗസ്റ്റ് ആയിട്ട് ഡെയിലി വേജ് ആയിട്ട് സ്കൂളിലേക്ക് കയറുന്നു. 2 വർഷം സ്കൂളിൽ നിന്നിട്ട് ആ പൈസ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, വസ്തു വാങ്ങിച്ച കടം തീർത്തു. വസ്തു മേടിച്ചത് പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് മേടിച്ചത്? വസ്തു പ്ലോട്ടാണ് മേടിച്ചത്. ഓക്കെ പ്ലോട്ട് മേടിച്ചു. വീടില്ല, പ്ലോട്ട് മാത്രം മേടിച്ചു. എന്നിട്ട് ആ പ്ലോട്ട് ലോണിൽ മേടിച്ചു. അത് ഞാൻ കുടുംബശ്രീ ലോൺ എടുത്തിട്ട് അതിന്റെ ഗോൾഡ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ വസ്തു വാങ്ങിക്കുന്നത്. വസ്തു വാങ്ങിച്ചു.
അപ്പൊ ഞാൻ സീറോയാ, പിന്നെ എന്റെ കയ്യിൽ ഗോൾഡ് ഒന്നുമില്ല, എല്ലാം കൊടുത്തിട്ട് ഞാൻ വസ്ത്രം അങ്ങനെ. മോള് പറയണം പക്ഷെ നമുക്ക് എന്താ വീട് വയ്ക്കാം, നമുക്ക് മാത്രം എന്താ വീടില്ലാത്ത. അപ്പൊ മോൾക്ക് എത്ര വയസ്സുണ്ട്? അന്ന് അവക്ക് ഒരു 5 വയസ്സൊക്കെ വരും. അന്ന് അവള് LKG UKG പഠിക്കുക. അപ്പൊ അവളുടെ മനസ്സിൽ അപ്പൊ ഞാൻ എന്നെ കണ്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീട്. അത് എന്റെ ഉമ്മ വെക്കുന്ന ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പക്ഷെ അന്നേ കുഞ്ഞിലത്തെ ഞാനുണ്ടല്ലോ, എന്നെയാണ് ഞാൻ എന്റെ മോളെ കണ്ടത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹസ്ബൻഡിനെ പറഞ്ഞു നമുക്ക് വീട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോണിലാണ്, പിന്നെ എങ്ങനെ വീട്, ഞാൻ പറഞ്ഞു അത് പ്രശ്നം ഞാൻ അടച്ചോളാം, എങ്ങനെ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അടയ്ക്കും, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ അടയ്ക്കും, എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അടയ്ക്കും, നമുക്ക് വീട് വയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും ലോൺ എടുത്തു. അപ്പൊ ഞാൻ മറ്റേ വസ്തു അടച്ചു തീർത്തു കേട്ടോ. അതും ഫാത്തിമ ജോലി ചെയ്ത് അടച്ചു തീർത്തു. വസ്തുവിനെ ഞാൻ ലോൺ അടച്ചു തീർത്തു. അപ്പൊ ലോൺ എടുത്തിട്ട് ഫുൾ ലോൺ, ഞാൻ സീറോയാ അന്ന്. ഞാനെന്ന് പറയുന്ന വ്യക്തി സീറോയാ, ഗോൾഡ് കയ്യിലില്ല, ഒരു ആകെ ഉള്ളത് ടെമ്പററി ആയിട്ട് പോകുന്നൊരു ജോബ് മാത്രം. ലോൺ എടുത്ത് വീട് വെച്ചു, ഫുൾ ലോണിലാണ് വീട് വെച്ചത്. കുഴപ്പമില്ല, അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിക്ക് പോവാണ്. എനിക്ക് ജോബുണ്ട്, അതിലെന്റെ ലോൺ അടഞ്ഞു പോകും. ഏകദേശം 3 വർഷം ഞാൻ അവിടെ സ്കൂളിൽ ജോലി ചെയ്തു. ഒരു സുപ്രഭാതത്തില് എന്റെ ജോബ് അങ്ങ് പോയി. അതായത് കറക്റ്റ് ജോബ് അങ്ങ് പോയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എന്ത് എന്നുള്ളൊരു സംഭവമേ ഇല്ല എൻ്റെ മനസ്സിൽ, ഐഡിയ ഇല്ല. ഇതൊക്കെ പറയുകയാണെങ്കിലും ഇന്ന് വരെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യം ഞാനൊരു മറ്റൊരാളെ അറിയിച്ചിട്ടില്ല. നമ്മുടെ ലൈഫിൽ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് ആരും അറിയിക്കാണ്ട് ചെയ്യാം, നടന്നതിന് ശേഷം മാത്രം അറിയാം. അത് ഏറ്റവും ബെറ്റർ അതാണ്. ഞാൻ ഒന്നും ആരെയും അറിയിക്കാറില്ല, എല്ലാം നടന്നതിന് ശേഷം മാത്രമേ അറിയിക്കാറുള്ളൂ. അങ്ങനെ വീട് പണിതു, വീട് വെച്ചു, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജോബ് അങ്ങ് പോയി. അതായത് ഞാൻ ടെമ്പററി ആയിരുന്നു, ഒരു ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അപ്പോൾ ഒരു പെർമനന്റ് ടീച്ചർ വന്നു. അപ്പൊ പിന്നെ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. 1 മാസം ഞാൻ നല്ല കഷ്ടപ്പെട്ടു, ലോൺ അടയ്ക്കണം. അതുവരെ ലോൺ ഞാൻ കറക്റ്റ് അടച്ചുകൊണ്ട് നിന്നു. പെട്ടെന്ന് ജോബ് പോയി. അടുത്ത ജോബ് വരണമെങ്കിൽ ഞാൻ ജൂൺ വരെ കാത്തിരിക്കണം. പെട്ടെന്ന് സങ്കടം വരും. ഞാൻ അന്നൊരു ദിവസം ഫുള്ളിരുന്ന് കരഞ്ഞു. എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാഞ്ഞിട്ട് ഉള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ. ഞാൻ എന്നിട്ട് ജോബ് പോയ കാര്യം എന്റെ ഉമ്മയോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഉമ്മയെ ഒന്നും അറിയിക്കില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ വീട് വെച്ചു, ജോബ് പോയി. അപ്പോൾ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഭയങ്കര രീതിയിൽ നിന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. പുള്ളിക്കറിയാം, എനിക്കറിയാം എന്താണ് എന്റെ ഉമ്മ, എന്താണ് എന്റെ ഹസ്ബൻഡ്, എന്താണ് എന്റെ മോൾ, എന്താണ് എന്റെ കൂടെ ഉള്ള ആൾക്കാർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതി ഉണ്ട്. അപ്പൊ ഞാനാണ് എന്ത് ചെയ്തത്, വീട് വെക്കാൻ മുന്നിട്ട് ഇറങ്ങിയത്. അത് ഒരിക്കലും ഹസ്ബൻഡിന്റെ കയ്യിൽ ഇട്ടുകൊടുത്തിട്ട് മാറിക്കഴിഞ്ഞാല് എല്ലാം നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, 2 ആളും കൂടി വിചാരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എന്തായാലും ജോബ് നോക്കിയൊന്നും നടക്കണില്ല. സ്കൂളിൽ വേക്കൻസി വരുന്നത് ജൂൺ മാസത്തിലാണ്. അപ്പൊ അതുവരെ കാത്തിരിക്കാൻ എൻ്റെ ടൈമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരിക്കൽ ഞാൻ പറഞ്ഞു ഞാൻ ദുബായിക്ക് പോവാ, വെറുതെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും നടക്കൂല, നിങ്ങൾ മോളെ നോക്കണം, ഞാൻ ദുബായിക്ക് പോവാ. ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത്, മീൻസ് എന്റെ ഐഡിയ ഒന്നുമില്ല, ഇവിടെ വന്ന് ടീച്ചിങ് നോക്കാം, ഇവിടെ വന്ന് ടീച്ചിങ് നോക്കണം. ഇതാണ് എന്റെ മനസ്സിൽ ഐഡിയ എന്ന് പറയുന്നത്. ബിക്കോസ് എങ്ങനെ എന്ത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഇവിടെ പരിചയക്കാരെങ്കിലും ഉണ്ടോ? ഇവിടെ എന്റെ ബ്രദറുണ്ട്, വേറെ ആരുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വരാണ്, പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിന്നെ കൂടെ ഒറ്റയ്ക്ക് പറ്റും? ഞാൻ പറഞ്ഞു പറ്റും, മോളെ നോക്കണം, ഉമ്മായി അങ്ങോട്ട് ആക്കാം, എനിക്കാരും ഉമ്മായി അടുത്തുണ്ട്, പക്ഷെ നമുക്ക് ലോൺ അടയ്ക്കണം, എല്ലാം ചെയ്യണം. ഞാൻ അവിടെ പോയിട്ട് സ്കൂളിൽ ജോബൊക്കെ സെറ്റായിട്ട് നമുക്ക് മതി, അങ്ങോട്ട് നിങ്ങളെ മോളും കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വേറെ ആരും കൂടെയും പറഞ്ഞില്ല, എന്റെ മനസ്സിൽ ആഗ്രഹം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി, വിസിറ്റിംഗ് വരാം എന്ന് വിചാരിച്ചിട്ട് വന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ട് സൽമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അവൻ വിളിച്ചിട്ട് ചോദിച്ചു, അവൻ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന. അപ്പൊ എന്തോ ഒരു കാര്യത്തിന് വിളിച്ചു, ഞാൻ ദുബായിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ ജോബ് പോയി. അപ്പൊ അമ്മ ചോദിച്ചു നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാ? ഞാൻ പറഞ്ഞു ഞാൻ വേറെ എന്ത് ചെയ്യാ, ഞാൻ ടീച്ചിങ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് അവിടെ പോയി നിനക്ക് ടീച്ചിങ്ങിന് എത്ര കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ പറ്റി എന്താ, നാട്ടിൽ 1 ലക്ഷം രൂപ കിട്ടുമെന്ന് യൂട്യൂബിൽ പറയുന്നത് കേട്ടോ, 1 ലക്ഷം രൂപ കിട്ടുമെന്നാണ്. എനിക്കത് മതി, നാട്ടിലെ കടം തീരുമല്ലോ, ഒരു 10 വർഷത്തിനകം എന്റെ കടങ്ങളൊക്കെ തീരും, ഞാൻ തിരിച്ചു വരും. അപ്പൊ അവൻ ചോദിച്ചു നീ വല്ലതും അറിഞ്ഞിട്ടാണോ കയറി പോണേ? ഞാൻ പറഞ്ഞു അതിനെന്ത് ഇതിൽ പറയുന്നതല്ലേ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അവിടെ പോയാൽ നിനക്ക് കൂടിപ്പോയി 3000 ദിറംസ് സ്റ്റാർട്ടിങ് കിട്ടും, അതില് നിന്റെ അക്കോമഡേഷൻ ട്രാവല് ഒക്കെ പോകും. നിനക്ക് നാട്ടിൽ അയക്കാൻ 10,000 ദിറംസേ കാണത്തുള്ളൂ, 10,000 ദിറംസേ കാണത്തുള്ളൂ. അത് നീ ഇന്ന് നാട്ടിൽ സമ്പാദിക്കുന്ന പൈസ ആയിരിക്കും നിനക്ക് കിട്ടുന്നത്. നീ അത് കിട്ടാൻ വേണ്ടിയിട്ട് നീ മോളെ വിട്ടിട്ട് പോകണമെന്ന് ചോദിച്ചു. ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ. 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട്, അന്ന് 24 ആയിരുന്നു ആ ടൈം, 24, 23 ആയിരുന്നു. നീ മോളെ വിട്ടിട്ട് പോകണമെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ ഇതിൽ കൂടെ കേട്ട് ഇതിലെ കൂടെ കളഞ്ഞു. അവൻ എന്താ പറയട്ടെ ആ രീതിക്ക്, കാരണം എനിക്ക് പോകണം, എനിക്ക് രക്ഷപ്പെടണം, ഇത് മാത്രം. ഞാൻ ഇനി നാട്ടുകാരെന്ത് പറയട്ടെ, വീട്ടുകാരെന്ത് പറയട്ടെ, ഒന്നും കേൾക്കത്തില്ല. അതൊക്കെ ഞാൻ കേട്ടിട്ട് ആൾക്കാർ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ഈ പറയുന്ന ആൾക്കാർ ഒരാൾ പോലും എന്റെ വീട്ടിൽ പട്ടി മാറ്റില്ല, എന്റെ ആവശ്യങ്ങൾക്ക് പൈസ തരില്ല. പറയാൻ കുറെ ആൾക്കാർ കാണും, പക്ഷെ അതെന്ത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇതാണ് എന്റെ പോളിസി. അപ്പൊ ഞാൻ എന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിന്ന ആളാണ്. എനിക്ക് രക്ഷപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആ ടൈമിലും എന്റെ ഉമ്മ ജോലിക്ക് പോവാണ്. ഓക്കെ, എന്റെ ഉമ്മ അതുവരെ അടച്ചു തന്നിട്ട് ഏകദേശം 50,000 രൂപ 10 വർഷത്തിനകത്ത്. മനസ്സിലായില്ലേ? ഇവിടെ വന്ന് ഫസ്റ്റ് ഇറങ്ങി, മനസ്സിലാഗ്രഹം എന്താണ്, ഇവിടെ വന്ന് ദുബായില് ഒന്നും അറിയാണ്ട് ഫസ്റ്റ് വന്ന് ഇറങ്ങിയപ്പോ. അല്ല, അത് മുന്നേ അവൻ എന്നോട് പറഞ്ഞു കേട്ടോ. ഞാൻ നാട്ടിലായിരുന്ന ടൈമിൽ അവൻ പറഞ്ഞു നിനക്ക് പറ്റിയ പണി വേറെയാണ് അവിടെ. നാട്ടിൽ വെച്ചിട്ട് കൂടെ അവൻ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അപ്പം അവന്റെ കളിയാക്കി ചോദിച്ചു, റിയൽ എസ്റ്റേറ്റ് ഇവിടെ വസ്തു കച്ചവടം, നാട്ടുകാർ ബ്രോക്കറേന്ന് വെച്ച് കളിയാക്കാതെ എന്ന് ഞാൻ അവന്റെ കൂടെ തമാശക്ക് ചോദിച്ചു. തമാശക്കല്ല, എനിക്ക് അത്ര വിവരേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ അവൻ ബ്രദർ ഉണ്ടായിരുന്നു, അവരു ബെഡ് സ്പേസിൽ ചെയ്തു തന്നു. പക്ഷെ എന്റെ മനസ്സിലായിരുന്നു അവനൊരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അന്ന് വന്ന് കയറി ഇപ്പോ ഈ ഒരു പാകിസ്ഥാനി കുട്ടിയാ, ഞാൻ നൈറ്റ് ആയിരുന്നു, എനിക്ക് ഡോർ തുറന്ന് തന്ന് ഫസ്റ്റ് ചോദിച്ചിരുന്ന നീ ഫുഡ് കഴിച്ചോന്ന ആ പാകിസ്ഥാനി ചോദിച്ചത്. വന്ന് കയറി ഫുഡ് കഴിച്ചോ ചോദിച്ചാൽ അവളെനിക്ക് എന്തോ ഫുഡ് തന്നു. ഇവള് പാകിസ്ഥാനിയാണെന്ന് എനിക്ക് അന്നറിയില്ല. അങ്ങനെ ഫുഡൊക്കെ തന്നു. പിന്നെ പിറ്റേന്ന് തൊട്ട് എനിക്ക് ദുബായെ കുറിച്ച് എന്താണെന്നും ഷഹാനെ പറഞ്ഞു തരണം, എങ്ങനെ ജോബ് കണ്ടെത്തണം, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ബ്ലാങ്ക. ഞാൻ എന്ത് ചെയ്തു, ലിങ്ക്ഡിനില് അക്കൗണ്ട് ഉണ്ടാക്കി എല്ലാ ആപ്ലിക്കേഷനും, പിന്നെ എല്ലാ സ്കൂളിന്റെയും മെയിൽ, HR മെയിൽ എടുത്തിട്ട് ഞാൻ CV അയച്ചു കൊടുത്തു ഡയറക്റ്റ്. എന്നും രാവിലെ എണീറ്റ് ഇതന്നെ പരിപാടി. അതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു ദിവസം സൽമാൻ വിളിച്ചു, ഫ്രണ്ട് വിളിച്ചു. അപ്പൊ ചോദിച്ചു അവിടെ എത്തിയല്ലേ, എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ പരിപാടി. അപ്പൊ ഇതേ സെയിം ഡയലോഗ് അവൻ വീണ്ടും അടിച്ചു. ഞാൻ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പണി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് ആകെ അറിയാവുന്നത് ടീച്ചിങ് ആണ്, അല്ലാതെ എനിക്ക് ഒരു ജോബും അറിയത്തില്ല, അപ്പൊ അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നു അജ്മാലിൽ സ്കൂളിൽ നിന്ന്. അത് ഓൺലൈൻ ഇന്റർവ്യൂ കഴിഞ്ഞു, പാസ്സായി, ഡയറക്റ്റ് ഇന്റർവ്യൂ. പിറ്റേന്ന് ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഇവൻ പറഞ്ഞ സെയിം സംഭവം അവിടെ എൻ്റെ കൂടെ പറഞ്ഞപ്പോ കിളി പോകുമെന്ന് അറിയില്ലേ. ആ സംഭവം 3200 റംസ് സാലറി. അവര് പറയുന്ന അനുസരിച്ചാണെങ്കിൽ എന്റെ കയ്യിൽ ലാസ്റ്റ് വന്ന് ഇവൻ പറഞ്ഞ അതേ എമൗണ്ട് ആയിരിക്കും. അന്ന് വൈകുന്നിട്ട് ഞാനെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞിട ഇത് നീ പറഞ്ഞ സെയിം സംഭവമാണ്, നീ അന്ന് പറഞ്ഞെന്താ റിയൽ എസ്റ്റേറ്റ്, അത് എന്താ സംഭവം? അപ്പോഴാണ് മനസ്സിലായത് നീ എന്താ സംഭവം. അങ്ങനെ അവൻ അന്ന് എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടാവും. ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് പറഞ്ഞത്. ഭയങ്കര അറിവായിട്ടല്ല, ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുടെ പേരൊക്കെ പറഞ്ഞെന്ന്, കുറെ ഇതൊക്കെ പറഞ്ഞെന്ന്. അതൊക്കെ ഞാൻ എന്തെങ്കിലും നോട്ടിൽ എഴുതിയെടുത്ത്. പിന്നെ നമ്പറുകളിലൊക്കെ വിളിച്ചിട്ടുണ്ട്, വാട്സപ്പ് മെസ്സേജ് അയച്ചു, പക്ഷെ ഒന്നും റിപ്ലൈ ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അറിയാവുന്ന കുറെ ഒരാളും റിയൽ എസ്റ്റേറ്റിലുണ്ടായിരുന്നു. വേക്കൻസി ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു അല്ല വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിയും പറഞ്ഞത് സായിസാന്റെ കമ്പനിയുടെ പേര്. സായിസാന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പുള്ളി റിയൽ എസ്റ്റേറ്റ് ആണെന്നോ ഒന്നും അറിയില്ല. എന്തോ ഒരു വീഡിയോ നമ്മൾ ആ വീഡിയോ എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ മാത്രം കാണും, അല്ലെങ്കിൽ പുള്ളിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കി സായി സാറിന്റെ. ഞാൻ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്തു, ELL അക്കൗണ്ട് എടുത്തു. അപ്പൊ അതില് ഫൗണ്ടർ ഓഫ് ELL പ്രോപ്പർട്ടീസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അങ്ങനെ ELL അക്കൗണ്ട് എടുത്തു. ELL അക്കൗണ്ട് എടുത്തിട്ട് ELL അങ്ങോട്ട് ഫോളോ ചെയ്യില്ലേ, നമ്മൾ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ലിസ്റ്റ് എടുത്തു. ആദ്യമായിട്ട് കണ്ട ഒരു പേര് സുഹൈൽ. നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സുഹൈൽ. ഒരു ഹായ് അയച്ചു. റിപ്ലൈ വന്നു, മരിയനോട് പറയുന്നുണ്ട്. നോക്കുമ്പോ നല്ല തട്ടോ കിട്ടുന്ന പ്രോപ്പർട്ടി വാങ്ങാൻ. പുള്ളിയുടെ ആദ്യം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയക്കുന്ന മുന്നേ പുള്ളിയുടെ പ്രൊഫൈൽ നോക്കി. അപ്പൊ കോട്ടൊക്കെ ഇട്ട് ഭയങ്കര ഇതിലൊക്കെ വീഡിയോ ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ത് ഭയങ്കര സംഭവം ഹായ് അയച്ചു. ഹായ് അയച്ചു. റിപ്ലൈ വന്നു. അപ്പൊ ഞാൻ ജോബ് നോക്കാണെന്ന് പറഞ്ഞു. എനിക്കൊന്നു പിറ്റേന്നാണെന്ന് തോന്നുന്നു ഒരു 5 മണിയാവും യൂണിയൻ വരാമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അന്ന് ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്നത് സുഹൈലിക്കായി കാണാൻ പോകാനാ. മെട്രോയിൽ കയറി ആദ്യമായിട്ട് മെട്രോയിൽ എന്താണെന്ന് അറിയില്ല. മെട്രോയിൽ കയറി യൂണിയൻ എത്തി. യൂണിയൻ കുറെ എക്സിറ്റ് ഉണ്ടല്ലോ. അങ്ങനെ സുഹൈലൊക്കെ വന്നു.
സുഹൈലും വരിയുണ്ടായിരുന്നോ? പറയട്ടെ, സുഹൈലൊക്കെ സംസാരിച്ചിട്ടുണ്ടപ്പോഴത്തേക്കും മറിയമ്മ വന്നു. മറിയ വന്നു, സംസാരിച്ചു. അന്ന് സുഹൈലിക്ക റെക്കോർഡ് എനിക്ക് 100 ദിർഹംസ് എടുത്തു തന്നു, കൈ വെച്ചോന്ന് പറഞ്ഞിട്ട്. മീൻസ് എനിക്ക് ഇവിടെ ബ്രദർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സുഹൈലിക്ക ആദ്യമായിട്ട് ഇവിടെ ദുബായിൽ വന്നിട്ട് ഒരു വ്യക്തിക്ക് 100 ദിർഹംസ് എടുത്തു തന്നു, കൈ വെച്ചോന്ന് പറഞ്ഞിട്ട്. എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരുടെ ഉണ്ട്, അവരാരും എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പോയി കണ്ടിട്ടും ഇല്ല. പക്ഷെ എന്റെ മനസ്സ് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു മനുഷ്യനെ പോലും ബുദ്ധിമുട്ടിക്കാണ്ട് ജോബ് കണ്ടെത്തണം എന്നുള്ള കാര്യം. വൈകുന്നേരത്ത് സുഹൈലിക്ക മെസ്സേജ് അയച്ച് എന്താ പറഞ്ഞു, പിറ്റേന്ന് ഇന്റർവ്യൂ വരാൻ പറഞ്ഞു. എങ്ങനെയാണ് ഗൂഗിൾ മാപ്പില് പോകേണ്ടെന്ന് അറിയില്ല, എനിക്ക് മാപ്പ് എടുത്തിട്ട് നടന്നു പോവേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബിസിനസ് ബേന്ന് ഇറങ്ങുന്നു, ഇന്റർവ്യൂല് അവിടെ കേറുന്നു. അവിടെ വന്നപ്പോ ഡെറിക്കാണ്. അകത്ത് കയറിയപ്പോ കുറെ ആൾക്കാരൊക്കെ കോട്ടൊക്കെ ഇട്ട് ഇരിക്കുന്നു. എനിക്കിന്ന് ക്രിസ്മസിന് തലയ്ക്കുന്ന ദിവസമാണ്, അപ്പൊ ക്രിസ്മസ് ട്രീ അവിടെ ഉണ്ട്, ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ELL ജോയിൻ ചെയ്യുന്നു. അവിടെ വന്നിരുന്നപ്പോ ഫസ്റ്റ് ഫായിസ്ക്ക ഒരു മാപ്പ് വന്നിട്ട് ഇത് പഠിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ കൊറേ വരയും കുറിയും കൊറേ റോഡ് നമ്പര് ഒന്നും അറിഞ്ഞില്ല. എനിക്ക് ഷെയ്ഖ് സാഗർ റോഡ് എന്താണെന്ന് പോലും അറിയത്തില്ല. അന്ന് വന്നിരുന്ന മൊത്തം റോഡ് പഠിക്കുന്നു. പിറ്റേന്ന് തൊട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അഫ്സലിക്കായി പറഞ്ഞു തന്നെ. സത്യം, ഞാൻ ഇന്ന് എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റ് അഫ്സലിക്കാക്ക. കാരണം പുള്ളിയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ. എന്റെ ഫസ്റ്റ് ഡീല് ഏകദേശം 1 മന്തില്, 1 മാസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് മസാറില്. അങ്ങനെ ആണ് റിയൽ എസ്റ്റേറ്റിലേക്ക് എന്റെ എൻട്രി. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 മാസം കഴിയുന്ന ആ ടൈം ആയപ്പോ ഫസ്റ്റ് 2 ഡീൽ ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ. അതോട് കൂടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്ന പണിയാണ് റിയൽ എസ്റ്റേറ്റ്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കാര്യം. അൽഹംദുലില്ലാ ഇതുവരെ എന്റെ ലോൺ എല്ലാം എനിക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ഇപ്പൊ 1 രൂപ പോലും എനിക്ക് കടമില്ല. കാരണം റിയൽ എസ്റ്റേറ്റിൽ വന്നോണ്ട് മാത്രമാണ് എനിക്ക് എന്റെ കടങ്ങളെല്ലാം അൽഹംദുലില്ലാ വീട്ടാൻ പറ്റിയത്, എനിക്ക് വേണ്ടി ജീവിക്കാൻ പറ്റിയത്. മനസ്സിലായി. ഇപ്പൊ ഉമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഉമ്മ ജോലിക്ക് പോകുന്നത് ഞാൻ ദുബായിലേക്ക് വന്നപ്പോ തന്നെ നിർത്തി. അൽഹംദുലില്ലാ ഹാപ്പിയാണ്. ലോണുകളെല്ലാം അടച്ചു തീർത്തു, കടബാധ്യതകളെല്ലാം തീർന്നു. ഇപ്പൊ സെൽഫ് സ്റ്റാൻഡിങ് വുമൺ ആണ്. തീർച്ചയായും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പത്തെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്, ലൈഫിൽ എങ്ങും എത്താതെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുന്ന, ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ടാവും. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? മാം കണ്ടില്ലേ, മറ്റേ പൗലോ കോവലോ പറയുന്ന വാക്കുണ്ട്, നമ്മളൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉടനെ ഉണ്ടാവും. അതേ തന്നെയാണ്. പക്ഷേ അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആഗ്രഹവും ഒന്നും ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഫാത്തിമയുടെ കഠിനാധ്വാനം തന്നെയാണ്. കാരണം ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതിനെനിക്ക് എന്റെ പേരൻസ്. ഫാത്തിമ സത്യം പറയട്ടെ, ഫാത്തിമയുടെ ഈ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ട് എനിക്ക് മനസ്സിലായത്, ഫാത്തിമ ആസ് എ പേഴ്സൺ, ഫാത്തിമ ഒരാളുടെ ഒപ്പീനിയൻ എടുക്കാൻ പോയിട്ടില്ല. ഫാത്തിമയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചെല്ലാൻ വേണ്ടി ഫാത്തിമ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത്. തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ഒരിക്കലും അവരെ കൂടെ പോയിട്ട് എനിക്ക് ജോബ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യോ എന്ന് വിചാരിച്ച് എന്ന് കഴിഞ്ഞാല് ഒരിക്കലും ഹെൽപ്പ് ചെയ്യാം എന്ന് പറയും എന്നല്ലാണ്ട് ചെയ്യില്ല. വെറുതെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പോവാണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്നെ കൂടെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ് ഇവിടെ ഉണ്ട്, അവർ ഹെൽപ്പ് ചെയ്യും, ജോലി കിട്ടും. അതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവരുടെ സമയം പോകാനുള്ള മെയിൻ റീസൺ അതാണ്. റിലേറ്റീവ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ രക്ഷപ്പെടണോ അത് നമ്മൾ വിചാരിക്കണം. അതിന് വേണ്ടിയിട്ട് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ പറ്റും അത്രത്തോളം ചെയ്യാം, അല്ലാണ്ട് നമ്മൾ എവിടെ എത്താൻ പോണില്ല. ഇന്ന് ഇപ്പൊ ഫാത്തിമ ദുബായിൽ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് അഡ്വൈസർ ആണ്. അത് മാത്രമല്ല നാട്ടിലത്തെ എല്ലാ പ്രശ്നങ്ങളും ഫാത്തിമ സോൾവ് ചെയ്തു. ലോണുകൾ, കടങ്ങൾ എല്ലാം വീട്ടി ഇന്നിപ്പോ 1 രൂപ പോലും കടമില്ലാതെ. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അതെനിക്ക് പ്രത്യേകം പറയണം കേട്ടോ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആരും അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല. സത്യമായിട്ട കാര്യമാണ്. കാരണം നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കും, സ്വയം ജീവിക്കാൻ മറന്നു. സ്ത്രീകളെന്ന് മാത്രമല്ല പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നത് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കണം. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഫിലിമിന് പോകണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങണം,
ഒക്കെ ഞാൻ എന്താണ് ഇന്നിപ്പോ എല്ലാം ഫാത്തിമയ്ക്ക് സാധിക്കുന്നത്. അതെ, സത്യത്തിൽ ഞാൻ ഡ്രസ്സിനൊക്കെ വേണ്ടിട്ട് ആഗ്രഹിച്ചുള്ള സമയങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ഇപ്പൊ എന്താണ് അതൊക്കെ ആ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ തീർക്കണം. ഓരോ ദിവസവും ഫാത്തിമ നല്ല ലുക്ക് നല്ല സ്റ്റൈലിഷ്. ഞാൻ എല്ലാ ദിവസവും ഫാത്തിമ ഓഫീസിൽ കാണുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സ് എവിടെ വാങ്ങിച്ചു പറയും. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ എന്താണ് ആ ഒരു എനിക്ക് നേടാൻ പറ്റാണ്ട് പോയ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ ഇപ്പൊ ഒരു വാശിയിൽ നേടിയെടുക്കാണത്. സത്യം പറഞ്ഞാലേ ഇതുപോലെ ആയിരിക്കണം ലേഡീസ്. ഇപ്പോ എവിടെ നിന്ന് വന്ന ഫാത്തിമ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു. ഇന്നിപ്പോ ഫാത്തിമ ദുബായിൽ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് അഡ്വൈസർ ആണ്. ഒരുപാട് ക്ലയൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫൈൽസ് ഫാത്തിമ ഹാൻഡിൽ ചെയ്യുന്നു. എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇവിടെ വരെ എത്താൻ പറ്റിയതില്. അത് നിങ്ങളെ കൂടെ നിങ്ങളെ ഒരു പാർട്ടാക്കാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ ലൈഫില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഉമ്മയ. അതെന്റെ മോക്കറിയാം. എൻ്റെ ലൈഫിൽ എൻ്റെ ഉമ്മ, മോള്, ഹസ്ബൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള 2 വ്യക്തികൾ സാറുമാണ്. കാരണം നിങ്ങളെ അന്ന് എന്നെ അക്സെപ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് നോ ഞാൻ എവിടെ പോകും, ഏത് കമ്പനി ജോയിൻ ചെയ്യും ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇവിടെ എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അവിടേക്കൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അഫ്സലിക്കാരോട് ഞാൻ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്കിന്ന് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു തന്നത്. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി അഫ്സലിക്ക നമ്മുടെ കൂടെ ഇല്ല. ആള് ഒരു ആക്സിഡന്റിൽ നമ്മൾ വിട്ടു പോയി. അതും ഒരിക്കലും അഫ്സൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരുപാട് തീർച്ചയായിട്ടും. സോ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഫാത്തിമ എത്തട്ടെ. ഇതൊരു ഫോർ എവർ റോസ് ആണ്, ഒറിജിനൽ റിയൽ റോസ് ആണ്. ഈ റോസ് ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ഫാത്തിമയുടെ സക്സസ് പോലെ തന്നെ ഫോർ എവർ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. നിങ്ങൾക്കും ഇതുപോലുള്ള നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.